പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു പ്രയോഗത്തെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗം, നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്കുള്ള കൃഷിയിടമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതിന് ഒരു ആക്ഷേപ സ്വരമാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷേപത്തിന്റെ പ്രയോഗമാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ അവരെ താഴ്ത്തി കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രയോഗമാണ് ഖുർആനിൽ പറഞ്ഞത് എന്ന രീതിയിൽ നവമാധ്യമങ്ങളിലൊക്കെ ഇതിനെ വല്ലാതെ ട്രോളുന്ന ഒരു കാഴ്ച, ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ വിശുദ്ധമായ ഖുർആൻ നമുക്കറിയാം, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അതായത് അള്ളാഹു സംസാരിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആൻ അറബി സാഹിത്യ രംഗത്ത് അതുല്യമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെയുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ആ കാലഘട്ടത്തിലെ സാഹിത്യ കുലപതികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതിനോട് തുല്യമായൊരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ഇന്നും ഖുർആനിലുണ്ട്. പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇന്ന് വരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. വന്നവരൊക്കെ പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഈ പ്രയോഗം നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യ സമ്പൂർണമായൊരു ഗ്രന്ഥമായതുകൊണ്ട് തന്നെ ഇതൊരു ആലങ്കാരിക പദമാണ്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിയിടമാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മുടെ ഭാര്യമാര് നമുക്ക് മക്കളാകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെ, മക്കളാകുന്ന കൃഷികളെ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാനുള്ള സ്ഥലമാണ് നിങ്ങളുടെ ഭാര്യമാരെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ പവിത്രമായിട്ടുള്ള ആ ബന്ധത്തിലേക്കാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. എന്ന് മാത്രമല്ല, അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിസാഉക്കും ഹർസുല്ലക്കും, ആ ഒരു പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്കുള്ള കൃഷിയിടമാണെന്ന് പറയുമ്പോൾ മറ്റുള്ള അവിഹിതങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്, മറ്റുള്ള നിഷിദ്ധമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്നൊക്കെയാണ് വിശുദ്ധമായ ഖുർആൻ ഈ പറയുന്നതിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഒരു ആലങ്കാരികമായിട്ടുള്ള പദത്തെ പോലും വളച്ചൊടിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവരൊരു ഉരുക്കു വനിതയാണെന്ന്. അതൊരു ആലങ്കാരികമായിട്ട് പറയും. ചില ആളുകളെ കുറിച്ച് പറയും അയാൾ പുലിയാണെന്ന്, അയാളുടെ ധീരതയെക്കുറിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ്. അങ്ങനെയുള്ള ഒരു ആലങ്കാരിക പദത്തെയാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.